ഈ സമയത്ത് ഹരിയാനയിലേത് 49, BJP, കോൺഗ്രസ് 35 എന്നുള്ള നിലയ്ക്കാണ്. ഇനി ഇതിൽ നിന്ന് ഒരു മുന്നോട്ട് പോക്കിന് സാധ്യതയുണ്ടോ? നേരത്തെ അതുല്യ റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാം പറയുകയുണ്ടായി പലയിടങ്ങളിലും ഒരു 2 അക്കത്തിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന്. ഇനി എത്ര റൗണ്ടുകൾ ബാക്കിയുണ്ട്? ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതുല്യ? തീർച്ചയായും ബനേഷ്, ഇനി റൗണ്ടുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 5-6 റൗണ്ടുകൾക്ക് മുകളിൽ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തിമ ഫലത്തിലേക്ക് വലിയ ദൂരം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. നമുക്കറിയാം വിനേഷ് ഫോഗട്ട് അടക്കം പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാത്രമല്ല ആം ആദ്മി പാർട്ടി അവരുടെ ഒരു സാന്നിധ്യമടക്കം തിരിച്ചടിയായോ എന്നുള്ളതും വലിയ തിരിച്ചടിയാണ്. പകുതി ബൂത്തുകളിൽ ഇതിനോടകം തന്നെ വോട്ട് എണ്ണി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന ഒരു വിവരം. ഏതായാലും കോൺഗ്രസ് അവസാന നിമിഷവും ആത്മവിശ്വാസം തുടരുകയാണ്. ഹരിയാനയിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന മുതിർന്ന നേതാവുമായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസാരിച്ചപ്പോൾ വളരെയധികം നേരം ചിന്താമഗ്നനായി വിഷാദഭരിതനായി എന്ത് പറയണമെന്ന് ആലോചിച്ച് മാധ്യമങ്ങളുടെ മൈക്കുകൾ മുന്നിലേക്ക് വന്ന് നിരന്നിട്ടും എന്ത് പറയണമെന്ന് ആലോചിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ വലിയ നിരാശയൊക്കെ മുഖത്തുണ്ടെങ്കിൽ പോലും ഇനിയും ഒരു പ്രതീക്ഷ ബാക്കി വെക്കുന്നു. അത് ഒരു പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഹരിയാനയിലെ ഓരോ മുക്കും മൂലയും അറിയാവുന്നതുകൊണ്ടും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും വോട്ട് ലീഡ് നിലയിൽ ഇനിയും ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരു മാറ്റം വന്നേക്കാം എന്നുള്ള പ്രതീക്ഷ അണികൾക്ക് നൽകുന്നതിന് വേണ്ടിയും ഒക്കെ ആയിരിക്കാമല്ലേ? തീർച്ചയായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പല മണ്ഡലങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 1000 വോട്ടുകളുടെ അല്ലെങ്കിൽ 1000-ൽ താഴെ വോട്ടുകളുടെ ഒക്കെ ഒരു വ്യത്യാസമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കൗണ്ടിംഗ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വിവരം. ഇത് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഹൂഡ അത്തരമൊരു വാക്ക് പറയുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഒരുപക്ഷെ ഇനിയും വോട്ടുകൾ മുന്നിലേക്ക് പോകും തോറും സ്വാഭാവികമായും ആ ലീഡ് നിലയിൽ വലിയ വ്യത്യാസം വരും എന്ന് ഹരിയാനയിലെ കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസത്തിന് ഒരു ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം വലിയ ഒരു ഡിഫറൻസ് ഇപ്പോഴും തുടരുകയാണ്. 48 സീറ്റുകളിലാണ് നിലവിൽ BJP അവിടെ മുന്നിൽ നിൽക്കുന്നത്. 36 സീറ്റുകൾ ആണ് കോൺഗ്രസ് നിലവിലുള്ളത്. 31ലേക്ക് കോൺഗ്രസ് താഴ്ന്നു. അവിടെ നിന്ന് 36ലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ളവരുടെ പിന്തുണ കൂടി നേടിയാൽ പോലും ഒരുപക്ഷെ BJPക്ക് അടുത്തേക്ക് എത്താൻ കോൺഗ്രസിന് സാധിക്കില്ല. പക്ഷേ ഇനിയും എണ്ണാനിരിക്കുന്ന വോട്ടുകളിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാവാം ഒരുപക്ഷെ ഈ ആത്മവിശ്വാസം പറയാൻ അല്ലെങ്കിൽ ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അണികളെ ആശ്വസിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും വലിയ ആഘോഷങ്ങൾ ആണ് PCC ആസ്ഥാനത്ത് തുടക്കത്തിലൊക്കെ നടന്നത്. ലഡു വിതരണം ചെയ്യുന്നു, അവിടെ പടക്കം പൊട്ടിക്കുന്നു, വാദ്യമേളങ്ങൾ ആഘോഷിക്കുന്നു. അത്തരത്തിൽ വലിയ ആഘോഷങ്ങൾക്കാണ് ആ ഘട്ടത്തിൽ PCC ആസ്ഥാനത്തും അതുപോലെ തന്നെ AICCയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തുമൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ ഒരമണിക്കൂർ, നിർണായകമായ അരമണിക്കൂർ, ആ അരമണിക്കൂറിലാണ് കഥ മുഴുവൻ മാറിയത്. BJP കോൺഗ്രസ് ആ ഘട്ടത്തിൽ എവിടെ നിന്നിരുന്നു അവിടേക്ക് BJP കണക്കിന് 2028-ലും വലിയ അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ ചിലർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ രാവിലെ 9 മണിക്കും 10 മണിക്കുമൊക്കെ സംഘപരിവാറിനെയും ഫാസിസ്റ്റിനെയും എതിർക്കുന്നവർ എന്ന് പറയപ്പെടുന്നവർ വലിയ രീതിയിലുള്ള ആവേശകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ രീതിയിൽ 2028-നെ കുറിച്ച് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് ഹരിയാനയിലെ ഈ വമ്പൻ തിരിച്ചുവരവിലൂടെ BJP തെളിയിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ മുന്നിലുമുണ്ട്. ആന്റണി.
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഇന്ത്യ സഖ്യം ശക്തമാകുന്ന കാഴ്ചയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് ആവർത്തിക്കും. ആദ്യം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഹരിയാനയിലെയും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെയും. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ തവണ BJPക്കെതിരെ ഉണ്ടായിട്ടുള്ള, മോദിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആ ട്രെൻഡ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ള വലിയ ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു, കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഹരിയാനയിലെ വിജയം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മുന്നേറ്റമാണ്. BJPക്ക് ഏറ്റ തിരിച്ചടിയാണ്. പക്ഷേ അത് ഹരിയാനയിൽ ഫലം വേണ്ട രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിലേക്ക് പോലും കോൺഗ്രസിന് ഇതുവരെ എത്താൻ കഴിയുന്നില്ല. 38 സീറ്റുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് നേടിയതെങ്കിൽ ഇപ്പോൾ 36 എണ്ണത്തിൽ മാത്രം ലീഡ് നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഗ്നിപഥ്, അതുപോലെ തന്നെ കർഷകരുടെ പ്രതിഷേധം, അതുപോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളെ ഇറക്കി. നമുക്കറിയാം ഹരിയാന ഗുസ്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണാണ്, ഗുസ്തിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് ഹരിയാന എന്ന് പറയുന്നത്. അവിടെ ഈ വിനേഷ് ഫോഗട്ടിനെ അടക്കം മത്സര രംഗത്തിറക്കി അവിടെ വിജയിക്കാമെന്നുള്ള പ്രതീക്ഷകളൊക്കെ മാറുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക സമരം ഏറെ ശക്തമായിരുന്ന ഒരു ഘട്ടത്തിൽ പഞ്ചാബിൽ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിനടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. BJP മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഈ